രാഷ്ട്രപതി. ഇന്ത്യക്ക് ഒരു രാഷ്ട്രപതി ഉണ്ടായിരിക്കണമെന്ന് അനുശാസിക്കുന്ന അനുച്ഛേദമാണ് ആർട്ടിക്കിൾ 52. രാഷ്ട്രത്തിന്റെ തലവനാണ് രാഷ്ട്രപതി. എന്നാൽ കേന്ദ്ര മന്ത്രിസഭയുടെ തലവൻ പ്രധാനമന്ത്രിയാണ്. ഇന്ത്യയുടെ പ്രഥമ പൗരൻ രാഷ്ട്രപതിയാണ്. ഇന്ത്യയുടെ സർവ്വ സൈന്യാധിപനും രാഷ്ട്രപതി തന്നെയാണ്. ഭാരത സർക്കാരിൻ്റെ എല്ലാ പ്രവർത്തികളും ആരുടെ പേരിലാണ് നടത്തപ്പെടുന്നത്? ഉത്തരം രാഷ്ട്രപതിയാണ്. പാർലമെന്റ് അംഗമല്ലാത്ത പാർലമെന്റിന്റെ അവിഭാജ്യ ഘടകമാണ് രാഷ്ട്രപതി. ഭരണഘടന അനുസരിച്ച് ഇന്ത്യൻ യൂണിയന്റെ എക്സിക്യൂട്ടീവ് അധികാരങ്ങൾ നിക്ഷിപ്തമായിരിക്കുന്നത് രാഷ്ട്രപതിയിലാണ്. രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിലെ റിട്ടേണിംഗ് ഓഫീസർ എന്ന് പറയുന്നത് സെക്രട്ടറി ജനറൽ ഓഫ് രാജ്യസഭ ഓർ ലോക്സഭ ആയിരിക്കും. അത് റൊട്ടേഷൻ അനുസരിച്ചാണ് മാറി മാറി വരുന്നത്. രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിലെ തർക്കങ്ങൾ പരിഹരിക്കുന്നത് സുപ്രീം കോടതിയാണ്. രാഷ്ട്രപതിയുടെ ഭരണ കാലാവധി 5 വർഷമാണ്. ഒരു വ്യക്തിക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും ഇന്ത്യൻ പ്രസിഡന്റ് സ്ഥാനം വഹിക്കാവുന്നതാണ്. രാഷ്ട്രപതിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ്. രാഷ്ട്രപതി രാജിക്കത്ത് സമർപ്പിക്കുന്നത് ഉപരാഷ്ട്രപതിക്കാണ്. ഇനി രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിനെ പറ്റി പറഞ്ഞിരിക്കുന്നത് അനുച്ഛേദം 54-ലാണ്. രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകുന്നത് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് ഒരു ഇലക്ട്രൽ കോളേജുമായിരിക്കും. ഇലക്ട്രൽ കോളേജിലെ അംഗങ്ങൾ ആരൊക്കെയാണെന്ന് നോക്കാം. പാർലമെന്റിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ഇലക്ട്രൽ കോളേജിൽ ഉണ്ടായിരിക്കും. അതുപോലെ സംസ്ഥാന നിയമസഭകളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളായ ഡൽഹി, പുതുച്ചേരി, ജമ്മു കാശ്മീർ എന്നീ നിയമസഭകളിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ഇലക്ട്രൽ കോളേജിൽ ഉണ്ടായിരിക്കും. സംസ്ഥാന ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ അംഗങ്ങൾക്കും പാർലമെന്റിലെയും സംസ്ഥാന നിയമസഭകളിലെയും നാമനിർദ്ദേശം ചെയ്യപ്പെട്ട അംഗങ്ങൾക്കും രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ വോട്ടവകാശമില്ല. സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട് വഴിയാണ്, ആനുപാതിക പ്രാതിനിധ്യ സമ്പ്രദായത്തിലൂടെയാണ് നമ്മൾ രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്. രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ നൽകുന്ന ബാലറ്റ് പേപ്പറിൻ്റെ നിറം പാർലമെന്റ് അംഗങ്ങൾക്ക് പച്ച നിറത്തിലുള്ള ബാലറ്റ് പേപ്പറും നിയമസഭാ അംഗങ്ങൾക്ക് പിങ്ക് നിറത്തിലുള്ള ബാലറ്റ് പേപ്പറുമാണ് നൽകുന്നത്. ഇന്ത്യൻ രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച ആദ്യ വനിതയാണ് മനോഹര ഹോൾക്കർ എന്ന് പറയുന്നത്. 1967 ഇവർ മത്സരിച്ചത്. ഇന്ത്യൻ രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച രണ്ടാമത്തെ വനിതയാണ് ഫുർചരൺ കൗർ എന്ന് പറയുന്നത്. 1969 ഇവർ മത്സരിക്കുന്നത്.